അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷാഫ്റ്റും ഷാഫ്റ്റിൻ്റെ പ്രോബ്ലംസുമാണ്. അപ്പോൾ ഷാഫ്റ്റിനെ പറ്റി അതിൻ്റെ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ കാണുന്ന ഇക്വേഷൻ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പം സ്ക്രീന് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തായി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം നോക്കാം. അപ്പം നിങ്ങൾ നേരത്തെ രണ്ട് ഇക്വേഷൻ പഠിച്ചിരുന്നു. എന്തൊക്കെയാണ് രണ്ട് ഇക്വേഷൻ? ഒന്ന് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ കാണാൻ അല്ലെങ്കിൽ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ, ഷാഫ്റ്റിൻ്റെ അത് കൂടി കടന്നു പോകുന്ന മാക്സിമം ടോർക്ക് കാണാൻ പറ്റുന്ന ഇക്വേഷൻ അല്ലേ? എന്താ? ടി ഈസ് ഈക്വൽ ടു π/16 ടോ ഡി ക്യൂബ്. അതിൽ ടി എന്ന് പറഞ്ഞാൽ എന്താ? ടോർക്കാണ്. പിന്നെ ടോ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അകത്ത് മാക്സിമം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, മാക്സിമം അലോ ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്സിനാണ്. അതിനെയാണ് എന്ത് പറയുക? ടോ എന്ന് പറയാം. മാക്സിമം അലോബിൾ ഷിയർ സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? ടോ എന്ന് പറയാം. അതിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ എം എം ആണ്. അതേപോലെ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താ? ടോർക്കിൻ്റെ യൂണിറ്റ്, ഈ ഇക്വേഷൻ്റെ ടോർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ എം എം ആണ്. ന്യൂട്ടൺ എം എമ്മിലായിരിക്കും ഇതിലെ ടോർക്ക് പറയുക. അതേപോലെ തന്നെ എന്താ? ഈ രണ്ട് യൂണിറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചേക്കുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. എന്താ ടോർക്കിൻ്റെ യൂണിറ്റ്? എന്താ ഈ ഇക്വേഷൻ്റെ ടോർക്കിൻ്റെ യൂണിറ്റ്? ഇതാണ് ടോർക്ക് ഇക്വേഷൻ, ഷാഫ്റ്റിൻ്റെ ടോർക്ക് ഇക്വേഷനാണ്. ടോർക്ക് ഇക്വേഷനിൽ ടീൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്ടൺ എം എം ആണ്. ന്യൂട്ടൺ എം എം ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ന്യൂട്ടൺ എം എം. ന്യൂട്ടൺ എം എമ്മിലാണ് എന്ത് ചെയ്യുക? ടോർക്ക് പറയുക. അതേപോലെ പിന്നെ ടോ, മാക്സിമം അലോബിൾ ഷിയർ സ്ട്രെസ്, മാക്സിമം അലോബിൾ ഷിയർ സ്ട്രെസ്സിനാണ് നമ്മൾ എന്ത് പറയുക? ടോ എന്ന് പറയുക. അത് സാധാരണഗതിയിൽ ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലാണ് പറയാറ്, ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിൽ. അപ്പോൾ ഈ യൂണിറ്റ് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തത്? യൂണിറ്റിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ സാധാരണഗതിയിൽ പ്രോബ്ലം ഒക്കെ ചെയ്യും, പക്ഷേ എങ്കിൽ എന്താ? യൂണിറ്റ് തെറ്റിയാൽ കൊണ്ട് മാത്രം എന്ത് ചെയ്യും? നിങ്ങൾ ലാസ്റ്റ് ഫൈനൽ വാല്യൂ തെറ്റിപ്പോകുന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഫസ്റ്റ് തന്നെ യൂണിറ്റ് കാര്യം ഡിസ്കസ് ചെയ്തത്. അപ്പം അതിലെ സ്ക്രീൻ കാണാത്ത ക്വസ്റ്റൻ ഉണ്ടോ? ഷെയർ ചെയ്ത സ്ക്രീൻ കാണാത്ത ക്വസ്റ്റൻ ഉണ്ടോ? കാണുന്നില്ലേ? ബാക്കിയുള്ളവരോ? ഇല്ല. റെഡി അല്ലേ? റെഡിയായോ? ഇതിന്റെ മുന്നേ കാണുന്നതാണ് ആരേണ്ട? കണ്ടിക്കോ? ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ എന്താ വെച്ചാൽ രണ്ട് ഇക്വേഷൻ ആണ്. എന്തൊക്കെയാ ഇതിൽ? എന്താ? ഫസ്റ്റ് ടോർക്ക് ഇക്വേഷൻ ആണ്, ടി ഈസ് ഈക്വൽ ടു π/16 ടോ ഡി ക്യൂബ്. അതിൽ ടോ എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം അലോബിൾ ഷിയർ സ്ട്രെസ്. അതിൻ്റെ അത് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ ആണെന്ന് പറയാം. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഷിയർ ലോഡ് ഉണ്ടാകുന്ന സ്ട്രെസ് എങ്ങനെയാണ് എന്ത് പറയാം? ഷിയർ സ്ട്രെസ് എന്ന് പറയാം. അതേപോലെ ടോർക്ക്, അതിൻ്റെ അകത്തേക്ക് ഒരു ഷാഫ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടോർക്കാണ് ഇവിടെ എന്ത് ചെയ്തത്? ടീന്ന് റെപ്രസെന്റ് ചെയ്ത്. അപ്പം ടോർക്ക് സാധാരണ ഇതിൽ ഈ ഇക്വേഷൻ എന്തുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യല്? ന്യൂട്ടൺ എം എം കൊണ്ടാണ് എന്ത് ചെയ്യാറ്? റെപ്രസെന്റ് ചെയ്യാറ്. അതേപോലെ തന്നെ ടോ, മാക്സിമം അലോബിൾ ഷിയർ സ്ട്രെസ്, ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലാണ് റെപ്രസെന്റ് ചെയ്യാറ്. അപ്പോൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാമെന്ന് നോക്കാം. ഈ രണ്ട് ഇക്വേഷൻ ഞങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. ഈ രണ്ട് ഇക്വേഷൻ, ടി ഈസ് ഈക്വൽ ടു π/16 ടോ ഡി ക്യൂബും പി ഈസ് ഈക്വൽ ടു 2π/ND/16, പി ഈസ് ഈക്വൽ ടു 2π/ND/16. ഈ രണ്ട് ഇക്വേഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയുള്ള ടീൻ്റെ വാല്യൂ ഇല്ലേ? ഇവിടെയുള്ള ടോർക്കിന് ടീൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ മീറ്ററിലാണ് ഉണ്ടാകുക. ഇവിടെയുള്ള ടോർക്കിൻ്റെ വാല്യൂ സാധാരണ ഗതിയിൽ ന്യൂട്ടൺ മീറ്ററിലാണ് ഉണ്ടാകുക. അപ്പം ഇവിടെ ടോർക്ക് എന്തിലായിരിക്കും? ന്യൂട്ടൺ മീറ്ററിലും. ഇവിടെ എന്താ? ന്യൂട്ടൺ എം എമ്മിലും ഉണ്ടാകുക. ആ ഒരു കാര്യം എന്ത് ചെയ്യുക? ഞങ്ങൾ ഓർമ്മിച്ചോളാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇക്വേഷൻ അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റും. അതായത് പവറിൻ്റെ ഇക്വേഷനിൽ ടോർക്കിൻ്റെ വാല്യൂ എന്തിലായിരിക്കും? ന്യൂട്ടൺ മീറ്ററിലും. അതേപോലെ ടോർക്ക് ഇക്വേഷനിൽ ടോർക്കിൻ്റെ വാല്യൂ എന്തിലായിരിക്കും? ന്യൂട്ടൺ എം എമ്മിലായിരിക്കും. അപ്പം എങ്ങനെ പ്രോബ്ലം, ഫസ്റ്റത്തെ പ്രോബ്ലം നോക്കാം. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം എ ലൈൻ ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് അറ്റ് 200 RPM ഈസ് ട്രാൻസ്മിറ്റിംഗ് 20 kilowatts. The shaft may be assumed to be mild steel with an allowable shear stress of 42 megapascal. Determine
the diameter of the shaft, neglecting the bending moment on the shaft. ഇതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേ? ഒരു ഷാഫ്റ്റ് ഉണ്ട്, ആ ഷാഫ്റ്റ് ഒരു ലൈൻ ഷാഫ്റ്റ് ഉണ്ട്. ലൈനിനകത്ത് എത്ര RPM റൊട്ടേറ്റ് ചെയ്യുന്നത്? 200 RPM റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ എത്രയാ? 20 kW ആണ്. അതിൻ്റെ അകത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ 20 kW ആണ്. 20 kW പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 200 RPM റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഷാഫ്റ്റ് ഉണ്ട്. അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ആൻഡ് അലോബൽ ഷിയർ സ്ട്രെസ്. അലോബൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടോയാണ് എന്ത് ചെയ്ത് ഈ അലോബൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം. അലോബൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോയാണ്. ടോനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ അലോബൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞുകൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. അപ്പം അലോബൽ ഷിയർ സ്ട്രെസ് എത്രയാണ്? 42 MPa. 42 MPa. ഡിറ്റർമൈൻ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്, നെഗ്ലക്റ്റിംഗ് ബെൻഡിങ് മൊമെന്റ് ഓൺ ഷാഫ്റ്റ്. അപ്പം എന്താണ്? ബെൻഡിങ് മൊമെന്റ് കൺസിഡർ ചെയ്യാണ്ട് എന്ത് ചെയ്യാനാ ചോദിച്ചത്? എന്ത് കാണാനാ? ഇതിൻ്റെ അകത്തുള്ള ഡയമീറ്റർ കാണാനാണ് ചോദിച്ചത്. അങ്ങനെ ഡയമീറ്റർ കാണാനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റിൽ ഈക്വേഷൻ നോക്കാം. ഈക്വേഷൻ എന്തൊക്കെയാണ്? ടി ഈക്വൽ ടു ഡയമീറ്റർ കാണണമെങ്കിൽ ഏതാ? ഡി ആണ് എന്ത് ഡയമീറ്റർ. ഡി ആണ് ഡയമീറ്റർ. ഡയമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഡി ഈക്വൽ ടു ഈ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യും? ഇപ്പുറത്തേക്ക് വരും. ടി ബൈ ടോ ഇൻറ്റു 16/π എന്ന് വരും. ജസ്റ്റ് ഇതിനകത്ത് എന്ത് ചെയ്യുക? ഡി മാത്രമേ അറിയത്തുള്ളൂ. ഡി അറിഞ്ഞൂടാ, അതേപോലെ തന്നെ എന്താ ടി അറിഞ്ഞൂടാ. ഈ രണ്ട് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കണ്ടുപിടിക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക? ഇതിനകത്ത് ഡി കിട്ടും. അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തന്ന സാധനങ്ങൾ എടുത്തതാ എന്തൊക്കെയാ? ഒന്ന് റൊട്ടേഷൻ സ്പീഡ് n എത്രയാ? 200. പവർ എത്രയാ? 20 kW. 20 kW നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്തായി? കിലോവാട്ടിനെ വാട്ട്സിലേക്ക് മാറണമെങ്കിൽ എന്ത് ചെയ്തായി? കിലോഗ്രാമിനെല്ലാം കിലോഗ്രാമിലേക്ക് മാറണം എന്ത് ചെയ്തായി? 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അതേപോലെ തന്നെ കിലോ വാട്ടിനെ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ത് ചെയ്തായി? 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്ത് കിട്ടും? 20 × 10³ വാട്ട്സ്. അതേപോലെ ടോ എന്ന് പറഞ്ഞാൽ എന്താ? അലോബൽ ഷിയർ സ്ട്രെസ് ആണ്. അതിൻ്റെ വാല്യൂസ് എത്രയാ? ടോ ഈക്വൽ ടു 42 MPa. അപ്പം മെഗാപാസ്കലിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മെഗാപാസ്കലിനെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതെന്താ? Nm/mm². ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ഇവിടെയുള്ള ടോന്റെ വാല്യൂ എന്തിലാണ്? Nm/mm². അതുകൊണ്ട് എന്തിലേക്ക് മാറ്റണം? മെഗാപാസ്കലിനെ Nm/mm² മാറ്റിയാൽ മതി. അത് ഒരു മെഗാപാസ്കൽ എന്ന് പറഞ്ഞാൽ 1 Nm/mm² ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വേറെ സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ഒന്നും വേണ്ട. ഡയറക്റ്റ് മെഗാപാസ്കലിന് പകരം എന്തെടുത്ത് എഴുതിയാൽ മതി? Nm/mm² മാറ്റി എഴുതിയാൽ മാത്രം മതി. അപ്പം എല്ലാ സാധനങ്ങളും കിട്ടി. എന്തൊക്കെയാ? റൊട്ടേഷൻ സ്പീഡ് 200, പവർ എത്ര? 20 × 10³ വാട്ട്സ്. പിന്നെ ടോ ഈക്വൽ ടു 42 Nm/mm². ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. അപ്പം ഇതിൽ ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കാം. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം? ടി അറിയാവോ? ഇല്ല, ടി അറിഞ്ഞൂടാ. അതേപോലെ തന്നെ ടോ അറിയാവോ? ടോ തന്നിട്ടുണ്ട്. ഇനി അതേപോലെ കണ്ടുപിടിക്കാൻ അടുത്ത സാധനം എന്താ? ഡി ആണ്. അപ്പോൾ ഡി കണ്ടുപിടിക്കണമെങ്കിൽ എന്തും കൂടി അറിയാം നമുക്ക്? ഈ ടീൻ്റെ വാല്യൂ കൂടി അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഡയമീറ്റർ ഡി കണ്ടുപിടിക്കാം. ഡയമീറ്റർ ഡി കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ടി എവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും? പവർ നമുക്ക് തന്നിട്ടുണ്ട്. റൊട്ടേഷൻ സ്പീഡും തന്നിട്ടുണ്ട്. പവർ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ? ഈ പവർ തന്നിട്ടുണ്ട്. അതേപോലെ എന്താ? റൊട്ടേഷൻ സ്പീഡ് n തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടി മാത്രമേ ഈ ഇക്വേഷൻ, പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാത്തുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ അകത്തുള്ള ടീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, ടോർക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് എന്ത് ചെയ്തു? ടി ഈക്വൽ ടു ഈ ഇക്വേഷൻ ഒന്നിന്ന് മാറ്റിയത് കഴിഞ്ഞാൽ ടി ഈക്വൽ ടു എന്തായി? ടി ഈക്വൽ ടു പി × 60 / 2πn. അതിൽ പി അറിയാം. പി എത്രയാ? 20 × 10³ എന്ന് കിട്ടും. അതേപോലെ തന്നെ എന്താ? പി × 60 / 2π × 200 എത്ര കിട്ടാ? ജസ്റ്റ് മൾട്ടിപ്ലൈ എന്താ കിട്ടാ? 20 × 2 പോവും, ഇവിടെ 10 വരും. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 955 കിട്ടും. × 10³ ന്യൂട്ടൺ മീറ്ററിലാണ് കിട്ടുക. നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നു ടോർക്കിൻ്റെ ഇക്വേഷൻ, അതായത് പവറിൻ്റെ ഇക്വേഷനിൽ നിങ്ങൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കിട്ടുന്ന ടി എന്തിലായിരിക്കും? ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. ഇത് ശ്രദ്ധിക്കണം, ഇതെല്ലാ പ്രാവശ്യങ്ങളും സാധാരണ തെറ്റിക്കുന്നതാണ്. അതുകൊണ്ടാണ് ന്യൂട്ടൺ മീറ്ററിലാണ് എന്ത് കിട്ടുക? നിങ്ങളെ ടോർക്കിൻ്റെ വാല്യൂ കിട്ടുക. ഈ ടോർക്കിൻ്റെ വാല്യൂ എന്തിലായിരിക്കും? ന്യൂട്ടൺ മീറ്ററിലാണ്. ഈ ന്യൂട്ടൺ മീറ്ററിൽ നമുക്ക് എന്തിലേക്ക് മാറ്റണം? ന്യൂട്ടൺ mm മാറ്റണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാനാവും? ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ
ഈ ഇക്വേഷൻ ഇവിടെ ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണെങ്കിൽ എന്താ ഇവിടെ എന്താ വേണ്ടേ? ന്യൂട്ടൺ MM-ലാണ് വേണ്ടേ. അപ്പോൾ ന്യൂട്ടൺ മീറ്ററിലുള്ള ഒരു വാല്യൂവിനെ ടോർക്കിനെ ന്യൂട്ടൺ MM-ലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ എന്ത് കിട്ടും? 955 × 10⁻³ ന്യൂട്ടൺ MM. അതെന്താ? അതാണ് എന്ത് ഇവിടുത്തെ ടി. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T = π/16 τ d³. ടി എത്രയാ? 955 × 10⁻³. 955 × 10⁻³ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. = π/16 ഇൻറ്റു ടോ എത്രയാ? ടോ എത്രടാ? 20 × 10⁻³ 20 × 10⁻³ അല്ല, അത് പവറാണ്. 42 Nm² ആണെന്ത് ടോൻ്റെ വാല്യൂ. ടോൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 42 ഇൻറ്റു d³ എന്ന് കിട്ടും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക നമുക്ക്? 8.25 ഇൻറ്റു d³ എന്ന് കിട്ടും. ഇന്ന് d³ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 955 ഡിവൈഡഡ് ബൈ 955 × 10⁻³ ഡിവൈഡഡ് ബൈ 8.25 = d³ എന്ന് കിട്ടും. ഇതിൽ d³ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ ഈ ക്യൂബ് റൂട്ട് എടുത്താൽ കാൽക്കുലേറ്ററിൽ എന്തെടുക്കുക? ക്യൂബ് റൂട്ട് എടുത്താൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? ഡീൻ്റെ വാല്യൂ കിട്ടും. അപ്പം ഡീൻ്റെ വാല്യൂ എത്ര കിട്ടിയ? 48.7. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 0.7 അല്ലെ 0.8 ആ വാല്യൂസ് ഒന്നും ഇതിൽ വരില്ല. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 5ൻ്റെ ഇൻക്രിമെൻറ്റിലാണ് എന്ത് ചെയ്യൽ? സാധാരണ ഷാഫ്റ്റിൻ്റെ സൈസ് വരാറുണ്ട്. 40 കഴിഞ്ഞാൽ 45, 45 കഴിഞ്ഞാൽ 50. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെടുക്കുന്നു? 48.7 പകരം എന്തെടുക്കുക? 50 എന്ന് എടുക്കുക. അപ്പം ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ എത്ര കിട്ടി? 50 കിട്ടി. ഇത്രയാണ് എന്ത് പ്രോബ്ലം. ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. ഫസ്റ്റിൽ ക്വസ്റ്റ്യൻ എന്താണ്? എ ലൈൻ ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് 200 RPM ഈസ് ട്രാൻസ്മിറ്റിംഗ് 20 kW. കിലോവാട്ട് എന്ന് പറഞ്ഞാൽ എന്തിലായിരിക്കും? പവറാണ്. അപ്പോൾ എന്താ? P = 20 kW. ദ ഷാഫ്റ്റ് മേ ബി അസ്യൂംഡ് ടു ബി മൈൽഡ് സ്റ്റീൽ വിത്ത് അലോബിൾ ഷിയർ സ്ട്രെസ്. അലോബിൾ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോയാണ്. ഡിറ്റർമൈൻ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് നെഗ്ലക്റ്റിംഗ് ബെൻഡിങ് മൊമെന്റ് ഓൺ ദ ഷാഫ്റ്റ്. ഇതിൽ നിങ്ങൾ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് നെഗ്ലക്റ്റിംഗ് ബെൻഡിങ് മൊമെന്റ് ഓൺ ദ ഷാഫ്റ്റ് എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ടൈപ്പിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റുക. ഈ ഒരു മെത്തേഡിൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? നെഗ്ലക്റ്റിംഗ് ബെൻഡിങ് മൊമെന്റ് എന്നുള്ള ഇക്വേഷൻ ഉണ്ടായിക്കൊണ്ടാണ്. അപ്പോൾ എന്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? ടോർക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ? കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ബെൻഡിങ് മൊമെന്റ് കൂടി കൺസിഡർ ചെയ്ത് എന്ത് ചെയ്യണം? പ്രോബ്ലം ചെയ്യണം. ഇതിപ്പം നെഗ്ലക്റ്റിംഗ് ബെൻഡിങ് മൊമെന്റ് എന്നുള്ള ഒരു പോർഷൻ എന്തുണ്ട്? ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു മെത്തേഡിൽ പ്രോബ്ലം ചെയ്യണം. അപ്പം എന്തൊക്കെയാ? N = 200 RPM, P എത്ര? 20 kW. കിലോവാട്ടിനെ വാട്ടിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു? 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ടോ = 42 MPa ആണ്. മെഗാപാസ്കലിനെ Nm²ലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു? ജസ്റ്റ് മെഗാപാസ്കലിനെ മാറ്റി Nm² എന്ന് എഴുതിയാൽ മതി. എന്തുകൊണ്ടാണ്? 1 MPa = 1 Nm² ആണ്. മെഗാപാസ്കലും Nm² എന്താ? സെയിം ആണ്. അതേപോലെ അതിൻ്റെ അത് എന്ത് ചെയ്യാൻ? ഇനി നെക്സ്റ്റ് ചെയ്യുന്ന കാര്യം എന്താ? പവറിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കുക? ടോർക്ക് കണ്ടുപിടിക്കുക. പവർ ഇക്വേഷൻ, രണ്ടാമത്തെ ഈ പവർ ഇക്വേഷൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ടോർക്ക് കണ്ടുപിടിക്കുക. അപ്പം T = എന്ന ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യുക? ഈ പവർ ഇക്വേഷൻ മാറ്റിയത് T = എന്ത് കിട്ടും? P × 60 / 2πn. അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തൊക്കെയാണ്? Pൻ്റെ വാല്യൂ 20 × 10⁻³ × 60. അതേപോലെ N-ൻ്റെ വാല്യൂ എത്ര? 200. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? 955 ന്യൂട്ടൺ മീറ്റർ കിട്ടും. ഇതിലാണ് ഇത് എന്ത് ചെയ്യുക? എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും എന്തിനാണ്? ഈ ടീൻ്റെ വാല്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ ഈ പവർ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്തിലായിരിക്കണം? ന്യൂട്ടൺ മീറ്ററിലായിരിക്കണം. ഇല്ലെങ്കിൽ എന്താണ്? ആ ഇക്വേഷൻ തെറ്റായിരിക്കും, അല്ലെങ്കിൽ വാല്യൂസ് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പവർ ഇക്വേഷനിലെ ടീൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. അത് എന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മിച്ച് വെച്ചോളാം. പിന്നെ ജസ്റ്റ് എന്താ ചെയ്ത് നിങ്ങൾ ഇനി ജസ്റ്റ് അതേപോലെ തന്നെ ഈ കിട്ടിയ ടീനെ എന്ത് ചെയ്തു? ന്യൂട്ടൺ MM-ലേക്ക് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം എന്താ? ഈ ടോർക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടോർക്ക് ഇക്വേഷൻ T = എന്താ? π/16 ടോ d³ ആണ്. ടോൻ്റെ വാല്യൂ എത്ര? ടോൻ്റെ വാല്യൂ 42 MPa ആണ്. അല്ല 42 Nm² ആണ്. 42 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്താ? ടീൻ്റെ വാല്യൂ 955 × 10⁻³ ആണ്. ഈ രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡി മാത്രം നമുക്ക് അറിയാത്തൊരു വാല്യൂ ഉണ്ടാവും. ബാക്കി എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ടാവും.
അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഡി കണ്ടുപിടിക്കുക. ഡി ക്യൂബിനെ ഡി ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ ക്യൂബ് റൂട്ട് എടുത്താൽ ഡി ക്യൂബ് കിട്ടും. ഡി ക്യൂബ് ഈക്വൽ ടു 955 ഡിവൈഡ് ബൈ 8.25 ഈസ് ഈക്വൽ ടു എന്താ, ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ വാല്യൂ കിട്ടും. ജസ്റ്റ് എന്താ 48.7 എന്നുള്ള വാല്യൂ കിട്ടുക. അതിനെന്ത് ചെയ്തായി ജസ്റ്റ് ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, 50 എടുത്തു. അപ്പോൾ ഇതാണ് എന്ത് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഇത് സ്ഥിരമായിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി സെക്കൻഡ് ടൈപ്പ് നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൂടി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ സോളിഡ് ഷാഫ്റ്റ് ഈസ് ട്രാൻസ്മിറ്റിംഗ് 1 മെഗാവാട്ട് അറ്റ് 240 RPM. അതായത് ഒരു സോളിഡ് ഷാഫ്റ്റ് ഉണ്ട്, അതെന്താ 1 മെഗാവാട്ട് അറ്റ് 240 RPM ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. Determine diameter of the shaft if the maximum torque transmitted exceeds the mean torque by 20%. Determine the diameter of the shaft if the maximum torque transmitted exceeds the mean torque by 20%. Take the maximum allowable shear stress as 60 megapascal. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, ഒരു സോളിഡ് ഷാഫ്റ്റ് ഉണ്ട്, അതിനകത്ത് കൂടി എന്ത് ചെയ്യുന്നത് 1 മെഗാവാട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിൽ എത്ര RPM റൊട്ടേറ്റ് ചെയ്യുന്നത്, 240 RPM എന്ത് ചെയ്യുന്നുണ്ട്, അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയമീറ്റർ കാണാനാണ് ചോദിച്ചത്. അതിനൊരു കണ്ടീഷൻ കൂടി നമുക്ക് തന്നിട്ട് ദ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് എക്സീഡ്സ് ദ മീൻ ടോർക്ക് ബൈ 20%. അതിൻ്റെ അകത്തുള്ള മാക്സിമം ടോർക്ക് മീൻ ടോർക്കിന്റെ എത്ര പെർസെന്റാണ്, 20% കൂടുതലാണ്. മാക്സിമം ടോർക്ക് മീൻ ടോർക്കിനെ കാട്ടിയും 20% കൂടുതലാണ്. അതായത് പിന്നെ നിങ്ങൾ ഇതിനകത്തുള്ള മാക്സിമം ടോർക്ക് 100 ചോദിച്ചു. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മാക്സിമം ടോർക്ക് 100 ചോദിച്ചു. അങ്ങനെ അല്ല, മാക്സിമം ടോർക്ക് മീൻ ടോർക്ക് 100 ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള മാക്സിമം ടോർക്ക് എത്രയായിരിക്കും, 20% കൂടുതലായി. അതായത് 120 ആയിരിക്കും എന്തിൻ്റെ ഇതിൻ്റെ മാക്സിമം ടോർക്ക്. അപ്പം ഒരു മീൻ ടോർക്ക് 100 ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള മാക്സിമം ടോർക്ക് എത്രയാണ്, 120 ആയിരിക്കും ഇവിടെ പറഞ്ഞത്. ദ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് എക്സീഡ്സ് ദ മീൻ ടോർക്ക് ബൈ 20%. The maximum torque transmitted exceeds the mean torque by 20%. Take the maximum allowable shear stress is 60 megapascal. 60 megapascal ആണ് എന്ത് ഇതിനകത്തുള്ള മാക്സിമം അലോവബിൾ ഷിയർ സ്ട്രെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള പവർ എത്രയാ, 1 മെഗാവാട്ട്. മെഗാവാട്ടിനെ പിന്നെ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്താ മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ എത്ര, എന്താ വാട്ടാ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. 1 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാ, 10⁶ വാട്ട്സ് ആണ് എന്ത്, ഒരു 10⁶ വാട്ട്സ് ആണ് എന്ത് ഒരു മെഗാവാട്ട്. 10⁶ വാട്ട്സ് ആണ് എന്ത് ഒരു മെഗാവാട്ട്. കിലോ വാട്ട് ആണെങ്കിൽ എന്താ 10�3 വാട്ട്സ് ആണ്. പിന്നെ 10�3 ആണെങ്കിലാണ് എന്ത് ഒരു കിലോ വാട്ട് ആണെങ്കിലാണ് എന്ത് 10�3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ 10⁶ ആണെങ്കിൽ എന്താ മെഗാവാട്ടാണ്. അപ്പം നെക്സ്റ്റ് അതേപോലെ തന്നെ എന്താ റൊട്ടേറ്റിംഗ് RPM എത്രയാ, 240 RPM ആണ്. അതേപോലെ ടി മാക്സ് തന്ന കണ്ടീഷൻ എന്താ 20% എക്സ്ട്രാ എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഇതേപോലെ ഏത് കണ്ടീഷൻ തന്നാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടി മാക്സ് ഈക്വൽ ടു 1.2 ടി മീൻ. അതായത് 1.2 വന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 20% ആയതുകൊണ്ടാണ് 1.2 വന്നത്. ഇനി 30% ആണ് എന്ത് വരും, 1.3 വരും. ഇനി 40% ആണ് എന്ത് വരും, 1.4 വരും. ഇനി 50% ആണ് എന്ത് വരും, 1.5 വരും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ എത്ര പെർസെന്റ് വരുന്നത് അനുസരിച്ച് എന്ത് ചെയ്യുക, 1.5 1.2 അല്ലെങ്കിൽ ഇതിപ്പോ 20% ആയതുകൊണ്ട് എന്ത് വരും, 1.2 വരും. ഇല്ലെങ്കിൽ എന്താ 50% ആണ് എന്ത് വരും, 1.5 വരും. ഇനി 30% ആണ് എന്ത് ചെയ്യും, 1.3 വരും. അപ്പം ടി മാക്സ് ഈക്വൽ ടു 1.2 ടി മീൻ. ടോ ഈക്വൽ നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യൻ തന്നെ അലോവബിൾ ഷിയർ സ്ട്രെസ് ടോന്റെ വാല്യൂ എത്രയാണ്, 60 മെഗാപാസ്കൽ. 60 ന്യൂട്ടൺ പെർ mm². മെഗാപാസ്കൽ നമ്മൾ എന്തിലേക്ക് മാറ്റി, ന്യൂട്ടൺ പെർ mm² മാറ്റി. അതൊരു 60 ന്യൂട്ടൺ പെർ mm². ഇനി ജസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, എന്താണെന്ന് വെച്ചാൽ ഡിറ്റർമൈൻ ദ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. അപ്പം നമ്മൾ നേരത്തെ ഇവിടെ എന്തുണ്ട്, പവർ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുന്ന പവർ എപ്പോഴും എന്തായിരിക്കും, മീൻ പവർ, മീൻ ടോർക്ക് ആയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന ടോർക്ക് മീൻ ടോർക്കാണ്, ടീൻ മീൻ ആണ്. ഇതിവിടെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്ട്രാ ഒന്നും തരാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാഞ്ഞ് മീൻ ടോർക്കാന്നോ മാക്സിമം ടോർക്കാന്നോ പറയാഞ്ഞേ.
അതേപോലെ തന്നെ ഈ ഇക്വേഷനിൽ ഇവിടെ ഉപയോഗിക്കുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം ടോർക്കാണ്. ഒരു ഷാഫ്റ്റിനകത്ത് കൂടി കടന്നു പോകുന്ന മാക്സിമം ടോർക്കാണ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതേസമയം പവർ ഇക്വേഷൻ കിട്ടുന്ന ടി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മീൻ ടോർക്കാണ്. ഇത് പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ടി മീൻ തന്നെ നമുക്ക് എന്താക്കി എടുക്കാം, ടി മാക്സ് ആക്കി എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, പ്രോബ്ലം ചെയ്യാറ്. അതേസമയം ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് എക്സ്ട്രാ. ടി മാക്സിന് ടി മീനിന്റെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ, ഇവിടെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഇവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഇവിടെ 20% എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ കിട്ടുന്ന ടീന്റെ വാല്യൂ എന്ത് ചെയ്യണം, 1.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ടോർക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ത് ചെയ്തു, നേരത്തെ നമ്മൾ ചെയ്ത പോലെ പവർ ഇക്വേഷനിൽ എന്ത് കണ്ടുപിടിച്ചു, ടീന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എത്ര, പി എത്രയാ, പവർ എത്രയാ, 1 × 10⁶ ഇൻറ്റു 60 ഡിവൈഡ് ബൈ 2π ഇൻറ്റു 240. 240 എന്ന് പറഞ്ഞാൽ RPM ആണ്. ഈ RPM എന്ത് ചെയ്തു, ജസ്റ്റ് ടീമിയും കൊണ്ട് ടീമിയും കണ്ടുപിടിച്ചു. ഈ RPM അതേപോലെ തന്നെ എന്താ പവറും വെച്ചിട്ട് ജസ്റ്റ് എന്ത് കിട്ടും, നിങ്ങൾക്ക് ടീമിയും കിട്ടും. ടീമിയിൽ എന്തിനാ കിട്ടുക, ന്യൂട്ടൺ മീറ്ററിലാണ് കിട്ടുക. ന്യൂട്ടൺ മീറ്ററിനെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു, 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്തു, മാക്സിമം ടോർക്ക് കാണാൻ വേണ്ടി എന്ത് ചെയ്തു, ഈ കിട്ടിയ ടീമിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 1.2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് കിട്ടും, നമുക്ക് ടി മാക്സ് കിട്ടും. ക്വസ്റ്റ്യൻ തന്ന കണ്ടീഷനാണ് 1.2 ഇൻറ്റു ടീമീൻ എത്ര കിട്ടും, 1.2 ഇൻറ്റു 39784 ഇൻറ്റു 10⁻³ ഈസ് ഈക്വൽ ടു 47,741 ഇൻറ്റു 10⁻³ എന്നുള്ള എന്തെങ്കിലും വാല്യൂ കിട്ടും. നെക്സ്റ്റ്, ഈ കിട്ടിയ ടി മാക്സ് എന്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ടോർക്ക് ഇക്വേഷനിലേക്ക്. ടി ഈസ് ഈക്വൽ ടു π/16 ടോ ഡി ക്യൂബ് എന്നുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു ടീന്റെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ എടുത്ത് എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക π/16. ടോന്റെ വാല്യൂ എത്രയാ, 60 ആണ്. ടോന്റെ വാല്യൂ എന്ത് കൊടുക്കുക, 60 എന്ന് കൊടുക്കുക. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 11.78 ഡി ക്യൂബ് എന്ന് കിട്ടും. ഈ 11.78 എന്ത് ചെയ്യുക, ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും, ഡി ക്യൂബ് കിട്ടും. ഡി ക്യൂബ് ഇസ് ഈക്വൽ ടു 47,741 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ 11.78 എന്ന് കിട്ടും. 4053 ഇൻറ്റു 10⁻³ എന്നുള്ള വാല്യൂ കിട്ടും. അതിനെന്ത് ചെയ്യാം, ജസ്റ്റ് ക്യൂബ് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് 159.4 എന്നുള്ള ഒരു വാല്യൂ കിട്ടും. ഇതിനെ എന്ത് ചെയ്യാം, ജസ്റ്റ് റൗണ്ട് ഫിഗർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, എന്നാ 159.4 എന്നുള്ള വാല്യൂന റൗണ്ട് ചെയ്യാൻ എന്ത് കിട്ടും, 160 എന്നുള്ള വാല്യൂയിലേക്ക് എന്ത് ചെയ്യും, നമുക്ക് പിന്നെ ഇത് 160 എന്നുള്ള ഷാഫ്റ്റിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, 160ലേക്ക് വരും. നെക്സ്റ്റ്, ഇത്രയാണ് എന്ത്, സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സാധാരണ ഇതിൽ ചോദിക്കാറുള്ളൂ. ഇനി അതിന്റെ അഥവാ ഇൻ കേസ് ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ എന്നുള്ള നിലയിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ അടുത്ത ക്വസ്റ്റ്യൻ കണക്കൂട്ടിയായി. പക്ഷെ സാധാരണ ഇതിൽ എന്താ, ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യാറ്, ചോദിക്കാറുള്ളത്. കഴിഞ്ഞ ഇത്രയും കാലത്തുള്ള ഒരു 3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ പഠിച്ചോളാം. ഈ രണ്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ അതിൽ വാല്യൂസ് മാത്രമേ മാറാറുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ മെത്തേഡ്സ് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ പഠിച്ചോളാം. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറ്. അപ്പൊ എന്ത് ചെയ്യുക, അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളാം. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് എ സോളിഡ് ഷാഫ്റ്റ് ടു ട്രാൻസ്മിറ്റ് 20 kW at 200 RPM. അപ്പോൾ പവർ എത്രയാ, 20 kW ആണ്. പിന്നെ അതേപോലെ RPM എത്രയാ, 200 RPM ആണ്. ദ അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ് ടോന്റെ വാല്യൂ എത്രയാ, 360 MPa ആണെന്നുണ്ട്. ആൻഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി 8. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ടാവും, SM-ൽ പഠിച്ച സാധനമാണ് എന്ത്, ഫാക്ടർ ഓഫ് സേഫ്റ്റി. If a hollow shaft is used in place of solid shaft, find the inside and outside diameter of meter when the ratio of inside and outside diameter is 0.5. അതായത് ഇതൊരു ഹോളോ ഷാഫ്റ്റിന്റെ പ്രോബ്ലം കൂടിയാണ്. ഒരു സോളിഡ് ഷാഫ്റ്റ് ഉണ്ട്, ഒരു ഹോളോ ഷാഫ്റ്റ് ഉണ്ട്. ഇതിനൊക്കെ ആകെ ഒരു വ്യത്യാസം എന്താ, ഇതിൽ നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ ഒരു ഹോളോ ഷാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ആകെ ഒരു ഡിഫറൻസ് എന്താ, ഇവിടെ ഒരു ടേം കൂടി എക്സ്ട്രാ വരും. അതായത് ടീന്റെ ഇക്വേഷൻ എന്താ, നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലേ, d0 × 1 - k⁻⁴ എന്നുള്ള ടേം കൂടി എന്ത് ചെയ്യും, ഇതിന്റെ കൂടെ വരും. അതായത് ഇതാണ് ഇക്വേഷൻ വരാം. ഇവിടെ എന്ത് ചെയ്യും, t = π/16 ടോ d0³ × 1 - k⁻⁴. k എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, k എന്ന് പറഞ്ഞാൽ എന്താ, റേഷ്യോ ഓഫ്
ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ഡയമീറ്ററിനാണ് എന്ത് പറയാ കെ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ വന്നിട്ട് പിന്റെ വാല്യൂ വന്നിട്ടുണ്ട്, പവറിന്റെ വാല്യൂ വന്നിട്ട് എത്ര 20 × 10⁻³ വാട്ട്സ്, n സ്പീഡ് വന്നിട്ടുണ്ട്, അതേപോലെ ടോന്റെ വാല്യൂ വന്നിട്ടുണ്ട്. ടോന്റെ വാല്യൂ എത്ര 360 MPa, പിന്നെ പവർ എത്ര 20 × 10⁻³ വാട്ട്സ്, അതേപോലെ 360 Nm² ആണ് എന്ത് ചെയ്തത് ടോന്റെ വാല്യൂ വന്നത്, അതായത് അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസിന്റെ വാല്യൂ തന്നെ. അതേപോലെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്ര 8 ആണ്. കെന്റെ വാല്യൂ എത്രയാ ഇൻസൈഡ് ഡയമീറ്റർ ടു റേഷ്യോ ഓഫ് ഇൻസൈഡ് ഡയമീറ്റർ ടു ഔട്ട്സൈഡ് ഡയമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. എന്താ ദ റേഷ്യോ ഓഫ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഡയമീറ്റർ 0.5 തന്നിട്ട്, അതാണ് കെന്റെ വാല്യൂ എത്രയാ 0.5. അപ്പോൾ മാക്സിമം അലോവബിൾ ഷിയർ സ്ട്രെസ് എന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത് അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ് ആണെന്ന്. നമ്മൾ ഇത്രയും നേരം എന്ത് ചെയ്യുന്നു മാക്സിമം അലോവബിൾ ഷിയർ സ്ട്രെസ് ആ പറഞ്ഞത്. ഇവിടെ എന്താ അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ് എന്നുള്ള ടേം ആണ് തന്നിരിക്കുന്നത്. അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ് അലോവബിൾ ഷിയർ സ്ട്രെസ് കാണണമെങ്കിൽ ഉള്ള ഇക്വേഷൻ എങ്ങനെയാണ് അലോവബിൾ ഷിയർ സ്ട്രെസ് കാണാൻ നോക്കാം. അതായത് ഫാക്ടർ ഓഫ് സേഫ്റ്റി, നമുക്കൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുള്ള ടേം കൂടി നമുക്ക് എന്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുള്ള ടേം തന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ് എന്ന് അലോവബിൾ ഷിയർ സ്ട്രെസ് കാണാൻ വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്ത് ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞ ടേം വന്നിരിക്കുന്നത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ്സിനെ അലോവബിൾ ഷിയർ സ്ട്രെസ് കൊണ്ട് ഡിവൈഡ് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടും. അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ്സിനെ അലോവബിൾ ഷിയർ സ്ട്രെസ് കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടും. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമുക്ക് തന്നിട്ടുണ്ട്. എന്താ നമുക്ക് അറിയണ്ടേ അലോവബിൾ ഷിയർ സ്ട്രെസ് ആണ് കാണേണ്ടത്. ഇപ്പൊ എന്ത് ചെയ്തായി അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ്സിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും നമുക്ക് എന്ത് കിട്ടും അലോവബിൾ ഷിയർ സ്ട്രെസ് ടോ കിട്ടും. ടോ ഈക്വൽ എന്താ ടോ യു ഡിവൈഡ് ബൈ എഫ് എസ്. 360 ആണ് എന്ത് ടോന്റെ അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ. ആ വാല്യൂ എന്താ 360 ഡിവൈഡ് ബൈ എന്ത് കൊടുക്കുക 8 ആണ് എന്ത് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ആ 8 കൊടുക്കുക എന്ത് കിട്ടും ലാസ്റ്റ് എന്ത് കിട്ടും വാല്യൂ 45 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ ഡയമീറ്റർ ഓഫ് സോൾഡ് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം നേരത്തെ കണ്ട പോലെ തന്നെ എന്താ ആദ്യം ടി കണ്ടുപിടിക്കുക. ടി എന്താ പി ഇൻറ്റു 60 ഡിവൈഡ് ബൈ 2πn. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലത്തിലെ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് കിട്ടും 955 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അതിനെന്ത് ചെയ്തു ന്യൂട്ടൺ എമ്മിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ആ കൺവേർട്ട് ചെയ്ത വാല്യൂ എവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ടീന്റെ വാല്യൂയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു 5/16 ടോന്റെ വാല്യൂ എത്രയാ നമുക്കിവിടെ കിട്ടിയിട്ട് 45. 360 അല്ല ഉപയോഗിക്കണ്ടേ പകരം എന്താ ഉപയോഗിക്കണ്ടേ 45 ഉപയോഗിക്കണ്ടേ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യനിലെ കാര്യം ശ്രദ്ധിച്ചോളാം. അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ് എന്നുള്ള വാല്യൂ ടേം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉപയോഗിച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ് ആണ് ക്വസ്റ്റ്യനിൽ തരുന്നെങ്കിൽ അതിന്റെ കൂടെ തന്നെ എന്തുകൊണ്ടാവും ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുള്ള ഒരു ടേം കൂടി ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യാം ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ് കിട്ടും, അല്ല അലോവബിൾ ഷിയർ സ്ട്രെസ് കിട്ടും. ടോന്റെ വാല്യൂ 45. അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഡിന്റെ വാല്യൂ കിട്ടും. ഇനി ഇതൊരു ഹോളോ ഷാഫ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഒരു ഹോളോ ഷാഫ്റ്റ് ഉള്ളിൽ ഒരു ഹോളുള്ള ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ എന്താ അതിന്റെ കണ്ടീഷൻ എന്താണ് ഈ ടി ഒക്കെ സെയിം ആണ്. ടി എത്രയാ 955 × 10⁻³ is equal to 5/16 ടോ d0³ into 1 - k⁻⁴. ഇതാണ് എന്ത് ഷാഫ്റ്റിന്റെ ഹോളോ ഷാഫ്റ്റിന്റെ ഇക്വേഷൻ. ടി is equal to 5/16 ടോ d0³ into 1 - k⁻⁴. ഇതിലെന്താ ടോന്റെ വാല്യൂ എത്രയാ 45 ആണ്. d0ന്റെ വാല്യൂ നമുക്ക് അറിയില്ല. d0ന്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത്. കെന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ റേഷ്യോ ഓഫ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ 0.5 ആണ് തന്നിട്ടുണ്ട്. 0.5 all⁵5 4. ഇത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നതും 8.3 × d0³ എന്ന് കിട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്യാം നമുക്ക് d0 കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്നുമില്ല അതിലെ ആകെ ഒരു എക്സ്ട്രാ ഒരു ഇക്വേഷന് മാത്രം ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രം ഒരു കാര്യം ശ്രദ്ധിക്കുക ന്യൂട്ടൺ മീറ്ററിനെ ന്യൂട്ടൺ എമ്മിലേക്ക് മാറ്റാൻ മാത്രം ശ്രദ്ധിച്ചോളാം. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആകെ എന്ത് പഠിച്ചാൽ മതി ഈ 2 ഇക്വേഷൻ മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ രണ്ട് ഇക്വേഷനും അതേപോലെ ഹോളോ ഷാഫ്റ്റിന്റെ ഇക്വേഷനും. ഹോളോ ഷാഫ്റ്റിന് ഒന്നുമില്ല d0 into 1 - k⁻⁴ എന്നുള്ള ടേം കൂടി എന്ത് ചെയ്യും ഇതിന്റെ കൂടെ വരും. അപ്പം ഈ ഒരു 3 ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ബാക്കി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഈ 3 ഇക്വേഷൻ മാത്രം എന്ത് ചെയ്യുന്നു മെയിൻ ആയിട്ട് വേണ്ടു. അപ്പം ആ 3 ഇക്വേഷൻ എന്ത് ചെയ്യാം വൃത്തി പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യും നിങ്ങൾ ഇനി അടുത്ത മൊഡ്യൂളിൽ വരുമ്പോൾ എന്ത് ചെയ്യും ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്.
വേറൊരാൾ പ്രസന്റ് ചെയ്യുന്നത്? അപ്പം നെക്സ്റ്റ് ഇല്ല, കഴിഞ്ഞൊന്നുമില്ല. അതെ, നെക്സ്റ്റ് ഇതേപോലെ തന്നെ എന്താ നെക്സ്റ്റ് രണ്ടാമത്തെ കണ്ടീഷനാണ്. ഒരു ടൈപ്പ് എന്തും കൊണ്ട് ഫസ്റ്റിൽ നേരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് കണ്ടീഷൻ ഫസ്റ്റിൽ എന്ത് പറഞ്ഞു, 3 ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും പറഞ്ഞു. എന്നാൽ ഫസ്റ്റിൽ ഒന്ന് ട്വിസ്റ്റിംഗ് മൊമെന്റിനെ മാത്രം കൺസിഡർ ചെയ്യും. സെക്കൻഡ് കേസ് എന്താണ്, ഷാഫ്റ്റ് സബ്ജക്ട് ടു ബെൻഡിങ് മൊമെന്റ് ഓൺലി. ബെൻഡിങ് മൊമെന്റിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഷാഫ്റ്റിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ബെൻഡിങ് മൊമെന്റിനെയും ട്വിസ്റ്റിംഗ് മൊമെന്റിനെയും കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യുക. അതിൽ സെക്കൻഡ് കണ്ടീഷൻ ആണെന്ത്, ഈ ബെൻഡിങ് മൊമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള പിന്നെ ഷാഫ്റ്റ് ഡിസൈൻ. ഇതിൽ ബെൻഡിങ് മൊമെന്റ് ഈ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറില്ല. അതായത് M/I = സിഗ്മ B/Y എന്നുള്ള ഇക്വേഷൻ, അതായത് ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ ആണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടാവും ഒരു ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ. ഈ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഇക്വേഷൻ എന്ത് ചെയ്യാറില്ല, സാധാരണ ഇത് ചോദിക്കാറില്ല. നിങ്ങൾ അതിലാകെ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ആണ്. ഇതാണ് എന്ത്, ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ ഇക്വേഷൻ, ഇതേപോലെ സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ ഇക്വേഷൻ ആണ് എന്ത്, ഈ ഇക്വേഷൻ. ഇതിൽ M = π/32 സിഗ്മ B × d³. M = π/32 സിഗ്മ B × d³. ഞാൻ ഡെറിവേഷൻ വന്ന ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഇക്വേഷനിൽ സാധാരണ M/I = സിഗ്മ B/Y എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷനിൽ നിന്നാണ് എന്ത് ചെയ്ത് ഈ ഷാഫ്റ്റിന്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്തിരിക്കുന്നത്. അതിൽ I എന്ന് പറഞ്ഞാൽ എന്താ, മൊമെന്റ് ഓഫ് ഇനേഷ്യാണ്. ഷാഫ്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യാണ് എന്ത് ചെയ്യുന്നത്, I എന്ന് പറയുന്നത്. M എന്ന് പറഞ്ഞാൽ എന്താ, ബെൻഡിങ് മൊമെന്റ് ആണ്. സിഗ്മ B എന്ന് പറഞ്ഞാൽ എന്താ, ബെൻഡിങ് സ്ട്രെസ് ആണ്. Y എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസിനാണ് എന്ത് പറയുന്നത്, Y എന്ന് പറയുന്നത്. അതിൽ ഒരു ഷാഫ്റ്റിന്റെ കേസിൽ I എന്ന് പറഞ്ഞാൽ എന്താ, π/64 ആണ്. അതേപോലെ Y ഒരു സെൻട്രൽ ആക്സിലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ റേഡിയസ് ആയിരിക്കും. അതിനെക്കൊണ്ട് എന്താ, അതുകൊണ്ട് തന്നെ എന്താ, d/2 ആയിരിക്കും എന്ത്, Yന്റെ വാല്യൂ. ഈ വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, M = π/32 സിഗ്മ B × d³ എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ബെൻഡിങ് മൊമെന്റ് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ചെയ്യാറ്. ജസ്റ്റ് ഒരു പ്രോബ്ലം കാണിച്ചു തരാം. ഈ പ്രോബ്ലം ഇതുപോലെ ഏതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. A pair of wheels of railway wagon carries a load of 50 kN on each axle box. അതായത് ഒരു റെയിൽവേ എന്തുണ്ട്, വീൽസ് ഉണ്ട്, റെയിലിന്റെ വീൽസ് ഉണ്ട്, ട്രെയിനിന്റെ വീലാണ്. ആ വീലിന്റെ മേലെ എന്തുണ്ട്, രണ്ട് എൻഡിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 50 kN വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ട് വീല് തമ്മിൽ ഡിസ്റ്റൻസ് എത്രയാ, 1.4 മീറ്റർ ആണ്. ഡിസ്റ്റൻസ് ഓഫ് 100 mm ഔട്ട്സൈഡ് ദ വീൽ ബേസ്. അതായത് 100 mm പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 50 kN വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് വീലിന്റെ അന്ന് ഒരു 100 mm പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 50 kN ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. The gauge of rail is 1.4. Find the diameter of axle between the wheels. ഇപ്പോൾ ആക്സിലിന്റെ ഡയമീറ്റർ കാണാൻ എന്ത് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. എത്ര ഷിയർ സ്ട്രെസ്, സ്ട്രെസ് നോട്ട് ടു എക്സീഡ് 100 MPa. ഇതിൽ തന്നിരിക്കുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, ബെൻഡിങ് സ്ട്രെസ് ആണ്. ബെൻഡിങ് സ്ട്രെസ് ആണ് എന്ത്, സിഗ്മ B ആണ് തന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സിഗ്മ B എന്ന് പറയാനുള്ള കാരണം, ഇവിടെ ഒരു ലോഡ് കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ എന്ത് പറഞ്ഞേ, ഇതിൻ്റെ അകത്ത് എന്ത് കാണാൻ, ലോഡ് കൊടുത്തതിന് ശേഷമാണ് നമ്മളോട് എന്ത് പറഞ്ഞേ, ഇവിടെ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്താ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ, സ്ട്രെസ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഷിയർ ബെൻഡിങ് സ്ട്രെസ് ആണ് എന്ത് ഇവിടെ തന്നിരിക്കുന്നത്, 100 MPa. നേരത്തെ പോലെ എന്ത് ചെയ്തു, വെയിറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ 50 kN ആണെങ്കിൽ കിലോമീറ്ററിനെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു, 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ എന്താ
ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, പുറത്തേക്കുള്ള ലെങ്ത് ആണ്. ആക്സിൽ ബോക്സിലേക്കുള്ള ലെങ്ത് എത്രയാ, 100 mm ആണ്. അതേപോലെ എക്സ് വാല്യൂ എത്രയാ, 1.4. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള സെൻട്രൽ ഡിസ്റ്റൻസിനാണ് എന്താ പറയുക, എക്സ് വാല്യൂ എന്ന് പറയാം. അപ്പം ജസ്റ്റ് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഇതിനകത്തേക്കുള്ള ലോഡ് എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഡബ്ല്യു ഇൻറ്റു എൽ 50. നിങ്ങൾ നേരത്തെ കഴിഞ്ഞ വർഷം ബെൻഡിങ് മൊമെന്റ് കാണാൻ ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഡബ്ല്യു ഇൻറ്റു എൽ, ഡബ്ല്യു എത്രയാ, വെയിറ്റ് 50 × 10⁻³ ആണ്. അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് എന്ത്, ലെങ്ത് എത്രയാ, 100 mm ആണ്. ഇപ്പൊ എത്ര കിട്ടും, എമ്മിന്റെ വാല്യൂ 5 × 10⁻6 ന്യൂട്ടൺ mm എന്ന് കിട്ടും. ഇനി നേരത്തെ നമ്മൾ കണ്ട ഇക്വേഷൻ എം = π/32 സിഗ്മ ബി ഡി ക്യൂ എന്നുള്ള ഇക്വേഷനിൽ എമ്മിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്ര കിട്ടും, 5 × 10⁻6 = π/32 സിഗ്മ ബി ഡി ക്യൂ എന്ന് കിട്ടും. ഇതിൽ ഡി ക്യൂ കണ്ടുപിടിക്കുക. അതിൽ എന്തൊക്കെ അറിയാം, സിഗ്മ ബിന്റെ വാല്യൂ എത്രയാ, 100 ആണെന്ന് അറിയാം. ഇവിടെ സിഗ്മ ബിക്ക് പകരം എന്ത് കൊടുക്കുക, 100 എന്ന് കൊടുക്കുക. അതിൽ 9.82 ഡി ക്യൂ എന്ന് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി 5 × 10⁻6 / 9.82 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഡി ക്യൂബ് കിട്ടും. അതിന്റെ ക്യൂബ് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഡിയുടെ വാല്യൂ കിട്ടും. ഇതാണെന്ത്, ഒരു ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലം. ജസ്റ്റ് ഒന്നുമില്ല, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റിൽ ആകെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഈ പോർഷനിൽ മാത്രമാണ്, ബെൻഡിങ് മൊമെന്റ് കാണുന്ന പോർഷനിൽ മാത്രമാണ്. ഇവിടെ എന്താണ്, ഡബ്ല്യു മൊമെന്റ് കാണാൻ വേണ്ടി എന്താ, സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാത്രം എടുത്താൽ, അതായത് ഈ ചെറിയ ഡിസ്റ്റൻസ് 100 mm മാത്രം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൊമെന്റ് കാണാം. ആ മൊമെന്റ് കാണുന്നതിന് ശേഷം എന്ത് ചെയ്യുക, ആ മൊമെന്റ് എന്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ബെൻഡിങ് മൊമെന്റ് ഉപയോഗിച്ചുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി തേർഡ് കണ്ടീഷൻ ആണെന്ത്, ഷാഫ്റ്റിന്റെ തേർഡ് ഡിസൈനിങ് കണ്ടീഷൻ ആണെന്ത്, ഷാഫ്റ്റ് സബ്ജക്റ്റ് ടു കമ്പൈൻഡ് ട്വിസ്റ്റിംഗ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. ക്വസ്റ്റ്യൻ എന്ത് വരും, ട്വിസ്റ്റിംഗ് മൊമെന്റ് തരും, അതേപോലെ ബെൻഡിങ് മൊമെന്റ് തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഈക്വലന്റ് ട്വിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറയുന്ന സാധനം, ഈക്വലന്റ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കണം. അതിന് വേണ്ടി രണ്ട് ഇക്വേഷൻ ഉണ്ട്. രണ്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ടി ഈസ് ഈക്വൽ ടു √m² + t². ഇതാണ് എന്ത് ചെയ്യുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന ടീന് പകരം ടി ഇ ആയിട്ട് മാറും. നേരത്തെ നിങ്ങൾ എന്താ, ടി ഈസ് ഈക്വൽ ടു π/16 τ dq എന്നുള്ള ഇക്വേഷൻ പഠിച്ചത്. അതിന് പകരം എന്താവും, ടി ഇ ഈസ് ഈക്വൽ ടു π/16 τ dq ആവും. അതിൽ ടി ഇന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക, √m² + t² ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് ടി ഇന്റെ വാല്യൂ ഈക്വലന്റ് ബെൻഡിങ് ട്വിസ്റ്റിംഗ് മൊമെന്റ്. എന്താ ഈക്വലന്റ് ട്വിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ നോക്കാം. അതായത് ഒരു ഷാഫ്റ്റിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു, ഒരു ബെൻഡിങ് മൊമെന്റും ഉണ്ട്, അതേപോലെ തന്നെ എന്താ, ഒരു ട്വിസ്റ്റിംഗ് മൊമെന്റും ഉണ്ട്. ഈ ബെൻഡിങ് മൊമെന്റും ട്വിസ്റ്റിംഗ് മൊമെന്റും കാരണം അതിന്റെ മേലെ എക്സ്ട്രാ ട്വിസ്റ്റിംഗ് മൊമെന്റ് ഒരു 50 ആണെങ്കിൽ ഒറിജിനലായിട്ട് വരുന്ന ട്വിസ്റ്റിംഗ് മൊമെന്റ് എന്ത് ചെയ്യില്ല, ഇതിനെക്കാട്ടും കൂടുതലായിരിക്കും. ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, ഇതിന്റെ കൂടെ തന്നെ ഒരു ബെൻഡിങ് മൊമെന്റും ട്വിസ്റ്റിംഗ് മൊമെന്റും കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ എന്ന കണ്ടീഷൻ ആണെങ്കിൽ എന്താ, ഒറിജിനലായിട്ടുള്ള ട്വിസ്റ്റിംഗ് മൊമെന്റിന്റെ വാല്യൂ എന്ത് ചെയ്യും, ഈ ടി ഇ ആയിട്ട് മാറും. ടീനെക്കാട്ട് കൂടുതലായിരിക്കും എന്ത്, ടി എന്ന് പറഞ്ഞ വാല്യൂ. ഇപ്പൊ ടി ജസ്റ്റ് ഇതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, ജസ്റ്റ് ടി എന്ന് പറഞ്ഞാൽ എന്താ, m² + t², √m² + t² എന്നുള്ളത് മാത്രം ആലോചിച്ചോളാം. ക്വസ്റ്റ്യനിൽ എന്ത് മാത്രം മാറും, ക്വസ്റ്റ്യൻ അല്ല ഈക്വേഷനിൽ ടിക്ക് പകരം ടി ഇ വരും. ടിന്റെ വാല്യൂ എത്രയാ, √m² + t² ആയിരിക്കും. അതേപോലെ ബെൻഡിങ് മൊമെന്റ് എം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ½ × m + √m² + t² ആയിരിക്കും. അപ്പം ഇതിനെ ഇവിടെ നേരത്തെ നിങ്ങൾ എന്ത് ചെയ്തു, m = π/32 സിഗ്മ ബി × d³ എന്നുള്ള ഇക്വേഷൻ പഠിച്ചിരുന്നു. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, എമ്മിന് പകരം എന്താ, ഇവിടെ എം ഇ ആയിട്ട് മാറും. ഇതേപോലെ ഈ പ്രോബ്ലംസ് ഒന്നും സാറിന് അത് ചോദിക്കാറില്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണ്ട, അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതേപോലെ ഷാഫ്റ്റ് സബ്ജക്റ്റ് ടു ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്സ്, ഇതിൻ്റെ ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്, എന്താണ് സാധനം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ സാധനങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചോളാം. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ ചില ഷാഫ്റ്റിൻ്റെ മേലെ എന്ത് ചെയ്യും, ചില ടൈമിൽ എന്ത് ചെയ്യും, ലോഡ് ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ 0 ലോഡായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും, ഫുൾ ലോഡായിരിക്കും. അപ്പോൾ വാരിയിങ് ലോഡാണെങ്കിലുള്ള കണ്ടീഷനാണ് എന്ത്, ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് എന്ന് പറയാം. ലോഡ് എന്ത് ചെയ്യുക, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കണ്ടീഷനാണ്, കേസിലാണ് എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുക. ടി ഈസ് ഈക്വൽ ടു √km × m² + kt + t² എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. അതേപോലെ ഇക്വലന്റ് ബെൻഡിങ് മൊമെന്റ്, ഇതിന്റെ കൂടെ തന്നെയുള്ള ഇക്വലന്റ് ബെൻഡിങ് മൊമെന്റ് ആണെന്ത്, ½ × √km × m + √km × m² + kt × t² എന്നുള്ള ഇക്വേഷൻ എന്ത് ചെയ്യുക, ഈ കേസിലാണ് വരിക. ഈ രണ്ട് കേസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കാം. ഇതുവരെ അതിൻ്റെ അകത്ത് പ്രോബ്ലംസ് ഒന്നും ചോദിച്ചിട്ടില്ല.
അപ്പം എന്ത് ചെയ്യുക, അപ്പം ഇത്രയാണ് എന്ത് മെയിൻ ആയിട്ടുള്ള നിങ്ങളെ പിന്നെ ഫസ്റ്റ് മോഡ്യൂളിലെ പോർഷൻസ്. അതായത് ഷാഫ്റ്റിൻ്റെ പ്രോബ്ലം കോഡിങ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾക്ക് എന്ത് ചെയ്യുക അയച്ചു തരാം. അപ്പം ഇന്നത്തെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ക്വസ്റ്റ്യൻ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നമാണ്, കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ആ ഇത് പഴയ പ്രോബ്ലംസ് എന്ത് ചെയ്യുക, ഈ പഴയ ഇക്വേഷൻസ് എന്ത് ചെയ്യാം ഇതേപോലെ തന്നെ ഈ PDF ഞാൻ എന്ത് തരാം നിങ്ങൾക്ക് പിന്നെ ഷെയർ ചെയ്ത് തരാം. അതിൻ്റെ അകത്ത് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യാം, പഴയ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഞാൻ എന്ത് ചെയ്ത് തരും, ഷെയർ ചെയ്ത് തരും. ചേർത്ത് എന്തൊക്കെയാണ് ഇക്വേഷൻസ് ചേർത്ത് എന്തൊക്കെയാ ടെസ്റ്റിംഗ് മൊമെന്റ് ഇക്വേഷൻ എന്തൊക്കെയാടാ? എന്താ കേൾക്കൂല, നീ ടൈപ്പ് ചെയ്ത് തന്നെ. ടെസ്റ്റിംഗ് മൊമെന്റിന്റെ ഇക്വേഷൻ പറഞ്ഞ, അതേപോലെ ബെൻഡിങ് മൊമെന്റ് ഇത് മൂന്നിന്റെ ഇക്വേഷൻ പറഞ്ഞോ, ടൈപ്പ് ചെയ്ത് തന്നെ. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് ചെയ്ത പ്രോബ്ലംസ് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിന് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾക്ക് ചെയ്ത് തരാം. അതിൽ മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ്, ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയിട്ട് എന്ത് ചെയ്യുക, നോട്ടായിട്ട് അയച്ചുതരാം. അതിനകത്ത് പ്രോബ്ലംസ് ഉണ്ട്, ആ പ്രോബ്ലംസ് അടക്കം എന്ത് ചെയ്യുക സോൾവ് ചെയ്യുക. അതിന് സോൾവ് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക സോൾവ് ചെയ്യുക. അത് ഫസ്റ്റ് ഒരു 3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, 2017 തൊട്ടുള്ള ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇന്നിപ്പം അടുത്ത തിങ്കളാഴ്ച നമ്മൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. ഇന്നത്തെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇക്വേഷൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും പറയാം? എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പം എന്ത് ചെയ്യാം, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, പിന്നെ പഴയ പ്രോബ്ലംസ് തീർത്ത് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത ശേഷം എന്ത് ചെയ്യാമെന്ന് മെയിൽ ചെയ്യാം കേട്ടോ അടുത്ത തിങ്കളാഴ്ചത്തേക്ക്.